നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് റിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ ടൈമറെല്ലാം തിരിച്ച് നമ്മൾ തുണികളെല്ലാം അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു ഭാഗത്തോട്ട് മാത്രം റൊട്ടേറ്റ് ചെയ്തിരിക്കുകയും മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ടൈമർ 15 സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ വർക്ക് ചെയ്തിട്ട് നിന്നുപോയും ഒക്കെ ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റാണ് ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിലെല്ലാം അല്ല 15 മിനിറ്റിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുന്നു. അങ്ങനെ തിരിച്ച് വന്ന് നോക്കുമ്പോൾ 5 മിനിറ്റെല്ലാം വർക്ക് ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ തുണികളൊന്നും വൃത്തിയാവില്ല, നമ്മൾ അത്ര സമയം വേസ്റ്റായും ചെയ്ത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്തോട്ട് മാത്രം റൊട്ടേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ 15 സെറ്റ് ചെയ്തിട്ട് പോയി അങ്ങനെ ഒരു ഭാഗത്തോട്ട് മാത്രം റൊട്ടേറ്റ് ആയിട്ട് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും തുണികളൊന്നും വൃത്തിയാവില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കംപ്ലയിൻ്റ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ റിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. എന്നാലേ ഇതുപോലെ ഈ പ്രശ്നം അനുഭവിക്കുന്ന വാഷിംഗ് മെഷീൻ ഇതുപോലുള്ള പ്രശ്നം അനുഭവിക്കുന്ന മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ ലൈക്കിൻ്റെ കാര്യം മറക്കല്ലേ. നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്, നമ്മൾ അതിന് റീപ്ലൈ തരുന്നതുമാണ്. എങ്കിൽ നമുക്കിത് റിപ്പയർ ചെയ്യുന്നത് കണ്ടാലോ. ആദ്യമായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിൽ താഴെയുള്ള കവർ അഴിച്ച് മാറ്റിയതിന് ശേഷം ഡ്രെയിനേജിൻ്റെ കണക്ഷൻ അഴിച്ചു വെക്കുക. അത് അഴിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം മുകൾ ഭാഗത്തുള്ള ഈ കവറാണ് അഴിച്ചു മാറ്റേണ്ടത്. അതിനുവേണ്ടി ഈ സ്ക്രൂകളെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. സ്ക്രൂകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിക്കി അടർത്തിയെടുക്കേണ്ടതാണ്. അടർത്തിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു മെയിൻ കാര്യമുണ്ട്, ആദ്യമേ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെയുള്ള വർക്കെല്ലാം ചെയ്യുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. എനിവേ, ഈ മെഷീൻ്റെ ടൈമർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കംപ്ലയിൻറ്റുകൾ ഇതിന് വരാൻ കാരണം. അപ്പോൾ അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ടൈമർ അഴിച്ചെടുക്കാം. ടൈമർ അഴിച്ചെടുത്ത് മാറ്റി പുതിയ ടൈമർ വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ആവത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടൈമർ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ പുറത്തെടുക്കുന്നതിന് വേണ്ടി ടൈമറിൻ്റെ വയറുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ടൈമറിൻ്റെ വയർ കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നായിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചാൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ വേറെ വയർ കളറുള്ള ടൈമറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ടൈമറിൻ്റെ വയറിൻ്റെ ഡയഗ്രാം എല്ലാം നോക്കി കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടൈമറിൻ്റെ വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മളിപ്പോൾ ടൈമർ പൂർണ്ണമായി അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ ഒരുപാട് യൂസ് ചെയ്ത് പൊതുവെ ഈ സാധനം കേടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കേടായിട്ടുണ്ടായിരിക്കാം. ഇത് റിപ്പയർ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട്. അകത്ത് ചെറിയ ഗിയറുകളൊക്കെ ആയതിനാൽ തന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം തെറ്റി പിന്നെ അത് ചിലപ്പോൾ വർക്ക് ചെയ്യാത്ത കണ്ടീഷൻ ആവും. ഇനി നമുക്ക് പുതിയ ടൈമർ എടുക്കാം. ഇത് നമ്മൾ അതിന് മാറ്റി വെക്കാൻ വേണ്ടി പുതിയതായിട്ട് എടുത്ത ടൈമറാണ്. ഇത് അതേ സെയിം ടൈമർ തന്നെയാണ്, വയറിൻ്റെ കളറെല്ലാം സെയിം ആണ്. ഇതുപോലുള്ള സ്പെയർ പാർട്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വാട്സ്ആപ്പ് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. വാഷിംഗ് മെഷീൻ്റെ ആയാലും ഫ്രിഡ്ജിൻ്റെ ആയാലും ഏത് ബ്രാൻഡിൻ്റെ ആയാലും പ്രശ്നമില്ല, ഏത് സ്പെയർ പാർട്സ് ആണെങ്കിലും നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് പുതിയ ടൈമർ ഇൻസ്റ്റാളേഷൻ വർക്കുകൾ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ പുതിയ ടൈമർ വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് പഴയ ടൈമറിൻ്റെ വയറെല്ലാം കട്ട് ചെയ്ത ഭാഗത്ത് പുതിയ ടൈമറിൻ്റെ വയറുകൾ കണക്ട് ചെയ്യുക. ഇതിൻ്റെ സെയിം കളർ വയർ ആയതിനാൽ നമുക്ക് അനായാസം കണക്ട് ചെയ്യാൻ സാധിക്കും. വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ കവറുകളെല്ലാം ഇടുന്നതിന് മുന്നായിട്ട് തന്നെ ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം കവർ ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറുകളെല്ലാം ഒതുക്കേണ്ടതുണ്ട്. വയറുകൾ ഒതുക്കേണ്ടത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ വയറുകളെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പവർ സപ്ലൈ എല്ലാം ഓൺ ചെയ്തതിന് ശേഷം ടൈമർ തിരിച്ചൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ടൈമർ തിരിച്ച് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഇത് അനായാസം തന്നെ രണ്ട് സൈഡിലോട്ടും തിരിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വീഡിയോയിൽ. ഈ മെഷീൻ്റെ മെയിൻ പ്രോബ്ലം അപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയറുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേറ്റ് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടി ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയേക്കാം. കാരണം പുതിയ വ്യൂവേഴ്സ് എല്ലാം വരുന്നതാണല്ലോ. നമ്മൾ വാഷിംഗ് മെഷീൻ ടൈമർ ഒരു തവണ ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ തിരിക്കാൻ പാടില്ല. തിരിച്ച് കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻ്റെ ടൈമർ പെട്ടെന്ന് തന്നെ വീണ്ടും കേടാവുന്നതാണ്. ഇനി നമുക്ക് വയറുകൾ അറേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത വയറുകൾ ഇതുപോലെ വലിച്ച് അറേഞ്ച് ചെയ്ത് ഒതുക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ വയർ കണക്ട് ചെയ്ത ജോയിൻറ്റുകളെല്ലാം മുകൾ ഭാഗത്താണല്ലോ വന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ജോയിൻറ്റുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും വെള്ളം തട്ടുന്ന ഒരു സ്ഥലമായതിനാൽ അവിടെ ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ജോയിൻറ്റുകളെല്ലാം മാക്സിമം താഴോട്ട് ആക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയറുകളെല്ലാം താഴോട്ട് വലിച്ചിറക്കി അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു നീറ്റും. മുകളിലെ പണികളെല്ലാം തീർത്താൽ കവർ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും താഴോട്ട് വരിക. നേരത്തെ താഴോട്ട് വലിച്ചിറക്കിയ വയറുകളെല്ലാം താഴെ ജസ്റ്റ് അങ്ങനെ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല. അത് മോട്ടോറിലെല്ലാം കയറി കുരുങ്ങാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെയും ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം നല്ല രീതിയിൽ ഇൻസുലേഷനെല്ലാം അടിച്ച് ഒതുക്കി സെറ്റാക്കി എടുക്കണം. പിന്നെ വയറുകളെല്ലാം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. താഴെയും ജോയിൻറ്റുകളിലെല്ലാം വെള്ളം ഇറങ്ങി ഷോർട്ട് ആവുന്നതിനെല്ലാം സേഫാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനേജിൻ്റെ കണക്ഷൻ കൊടുത്ത് വെക്കുക. ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കലെല്ലാം കഴിഞ്ഞ് വെള്ളം ഒഴിവാക്കാൻ നോക്കുമ്പോൾ വെള്ളം പുറത്തോട്ട് പോകില്ല, പിന്നെ അഴിച്ചെടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മറക്കണ്ട. അതിനുശേഷം ഈ ബാക്കിലെ കവറൊക്കെ ഇട്ട് വാഷിംഗ് മെഷീൻ സേഫായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.